അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. T3 ടെർമിനലാണ് നമ്മൾ കാണുന്നത്. അനന്തുകൊണ്ട് ഷെട്ടിക്കൊണ്ട് പുറകെ മൂത്താപ്പ വരുന്നുണ്ട്. ഈ എയർപോർട്ട് പ്രത്യേകത എന്താ? ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ എയർപോർട്ട് ആണല്ലേ? ഇത് വലിയ എയർപോർട്ടാണോ? ഇത് കൊണ്ട് കാണിച്ചു തരാം ഞാൻ. ഇത് ഡൊമസ്റ്റിക് ആട്ടോ. ഡൊമസ്റ്റിക് 2 ടെർമിനലുണ്ട്, T3 ആൻഡ് T2. പിന്നെ T1 വേറെ ഉണ്ട്, ഇൻ്റർനാഷണൽ അത് വേറെയാണ്. ഇത് ഡൊമസ്റ്റിക് മാത്രമാണ്. ഇത് ഭയങ്കര വലിയ എയർപോർട്ടാട്ടോ കമ്പാരിറ്റീവ്ലി വേറെ എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ലോഞ്ചിൽ കയറി. ലോഞ്ചിൽ കയറുമ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അനന്തു, അവരും അറിയാൻ പാടില്ലായിരുന്നു. ലോഞ്ചിൽ അവൻ്റെ കയ്യിൽ ഇരിക്കണം, നമ്മുടെ കയ്യിൽ ചോക്കുമലയിൽ ഇരുന്നിട്ട് ചോക്ക് കയറിപ്പോയൊരു കഥയുണ്ട്. അതുപോലെ ലോഞ്ചിൽ ഇരുന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ലോഞ്ചിലുള്ള ആക്സസ് ഉള്ള കാർഡ് ഇരുന്നിട്ടും അവനത് അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവനിങ്ങനെ അറിയുന്നത്. അത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ മിക്കവർക്കും ICICIയുടെ കാർഡ് ഉണ്ടാവും, HDFCയുടെ കാർഡ് ഉണ്ടാവും, റുപ്പേ കാർഡ് ഉണ്ടാവും, പ്ലാറ്റിനം കാർഡ്, അതുപോലെ കുറേ കാർഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടാവും. ക്വാർട്ടർലി വൺസ് എന്ന് പറഞ്ഞിട്ട് ഇയർലി 4 തവണ. അത് ഡിപ്പെൻസ് അപ്പോൺ ദ കാർഡ് വേരി ആവും. നമ്മൾ ലോഞ്ചിൽ കയറുവാണെങ്കിൽ, എയർപോർട്ടിൽ വരുവാണെങ്കിൽ തന്നെ പൈസ കൊടുത്ത് ഫുഡ് കഴിക്കുന്ന ഒഴിവാക്കാം. ആകെ നിങ്ങൾക്ക് 2 രൂപ മാത്രമേ ചിലവാകുള്ളൂ, വെറും 2 രൂപ. അത് ICICI കാർഡാണെങ്കിൽ 2 രൂപ, ക്രെഡിറ്റാണെങ്കിൽ എനിക്ക് 2 രൂപയേ ഉള്ളൂ. അവൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്ത് 25 രൂപയായി. മാക്സിമം അത്രേ പോകുള്ളൂ, അതിൽ കൂടുതൽ പോയില്ല. HDFC എൻ്റെ HDFC ആണ്. എൻ്റെ HDFC HDFCയിൽ 25 രൂപ ആകും, ICICIയിലാകെ 2 രൂപയാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള കാർഡുകൾ യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ് എയർപോർട്ടിൽ നിന്നുള്ളത് ഒഴിവാക്കാം. അങ്ങനെ വേറൊരു കാര്യമുണ്ട്, പിന്നെ ഇത് ഓർമ്മ വെച്ചേക്കണം കേട്ടോ. അനന്ത് നീ ഹാപ്പി അല്ലായിരുന്നു? ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാൻ ഇങ്ങനെ ലോഞ്ച് യൂസ് ചെയ്തത്. കാരണം ഞാൻ മിക്കവാറും പോയിട്ടുള്ളത് ഡൊമസ്റ്റിക്കാണ്. ഡൊമസ്റ്റിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തറവാടിൻ്റെ കൂട്ടാണ്. അവിടെ തന്നെയാണ് 4 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ നിന്ന് പോയി ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് വരും, പിന്നെ കയറി പോകത്തുള്ളൂ ഡിപ്പാച്ചർ ഹോളിൽ കൂടെ. ഇവിടെ പുള്ളിക്കാരൻ ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ബോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാ, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അണ്ണനും അണ്ണൻ്റെ കാർഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല, എന്നാലും ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് അവിടെ കാർഡും പൊക്കി പിടിച്ചിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡൽഹിയിലെ കാഴ്ചകളെല്ലാം കണ്ടു, മണാലിയും കണ്ടു, കസോളും കണ്ടു, എല്ലാം കണ്ടു. ഇനിയിപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് വയ ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിൽ 2 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്നത്, ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. മനസ്സ് പോകണുണ്ടോ? ലോഞ്ചിൽ കയറിയിട്ട് മൂക്കാറ്റം തിന്നിട്ട് ഇപ്പോൾ ഫ്ലൈറ്റ് പിടിക്കാൻ പോവുകയാണ് അനസ്. അനസാണ്. അനസേ നോക്കടാ, എന്താ ലോഞ്ചിൽ കയറിയിട്ട് മൂക്കറ്റം തിന്നിട്ട് ഓടുകയാണ്. ഇപ്പോൾ എല്ലാവരും കിതച്ച് ഇതായിക്കണം. അതാ മൂത്താപ്പതാ ഫസ്റ്റ് പോകണം. ഞങ്ങളിപ്പോൾ 100 മീറ്റർ മാരത്തോൺ, 100 മീറ്റർ അല്ല എന്താ പറയുന്നത്, മാരത്തോൺ ഓടിയ ഒരു ലെവലിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഡൽഹി എയർപോർട്ടിൽ ഉണ്ടല്ലോ, എയർപോർട്ട് ടെർമിനൽ ഭയങ്കര വലുതാണ്. ഞങ്ങൾ ലോഞ്ചിൽ കയറുന്ന പതുക്കെ പീസായിട്ട് ഇറങ്ങാൻ വെച്ചിരുന്നതാണ് ഈ പണിയിട്ട്. എന്താണ് രാവിലെ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടെന്നുണ്ടല്ലോ, കാർഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഇഷ്ടംപോലെ കാർഡിയോ ഉണ്ട്. സ്വെറ്റിങ് അയ്യോ, ഞങ്ങൾ വേർത്ത് കുളിച്ചിരിക്കണം. നമുക്ക് ഓടി പരിവായി. ഇവിടെ D-40 അതായത് 9:10 ഡിപ്പാർച്ചർ ആണെങ്കിൽ 20 മിനിറ്റ്സ് പ്രയർട്ട് ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ 8:50 ആകുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് 8:47 ആയി ഓൾമോസ്റ്റ്. ഇതിന് കിട്ടി, ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് റോഡായി പണി കിട്ടിയാനെ. ഇന്നത്തെ ഫുൾ പ്ലാൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തൂല. അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഇത് നോക്കി എൻ്റെ വെള്ളങ്ങളൊക്കെ പഠിപ്പിച്ച് ഇവിടെ നിർത്തിയേക്കും കേട്ടോ. നടുക്കിരിക്കുന്ന പാസഞ്ചർ ഈ സാധനം ഇടണം. ഈ സാധനം ഇത് PPE കിറ്റ്. നമ്മൾ ബോർഡിങ് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഡിപ്പാച്ചറായിട്ട് പോവാണ്. एशिया में आपका स्वागत है। फ्लाइट हैदराबाद जाने के लिए तैयार है।
അപ്പോൾ നമ്മളിവിടെ ഹൈദരാബാദ് എയർപോർട്ടിലെ ലോഞ്ചിലിരിക്കുകയാണ് കേട്ടോ. അവിടത്തേക്കും സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പതുക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ലോഞ്ചിലെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. എന്തോ റൈസാണ്, പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, ദാലുണ്ട്, പിന്നെ ചിക്കൻ കറി, പിന്നെ ഇത് പയർ, ഇത് പായസം. പ്ലാസ പ്രീമിയം ലോഞ്ചാണ്, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 25 രൂപ എന്താവുള്ളൂ, ചില കാർഡിന് 2 രൂപ, ചില കാർഡിന് 25 രൂപ. അപ്പം എയർപോർട്ടിൽ വന്നിട്ട് പൈസ കൊടുത്ത് ഒരുപാട് പൈസ കൊടുത്ത് ഫുഡ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൂടെ ലോഞ്ചിൽ വന്ന് നല്ല ഫുഡ് കഴിക്കുന്നതാണ്. അത് നല്ല നീറ്റും നല്ല സ്റ്റാൻഡേർഡും ഉണ്ടാവും. അൺലിമിറ്റഡ് ഫുഡാണ്, എന്തോരം വെള്ളം കഴിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. 1-ാം തീയതി ഇവിടുന്ന് പോയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ചെത്തി 7 ദിവസം പോകുന്നത് അറിഞ്ഞിട്ടേ ഇല്ല അല്ലേ? അങ്ങനെ ഫൈനലി സത്യമായിട്ടും ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയത് അറിഞ്ഞതല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് തകർത്തേക്ക്, ലൈക്ക് ബട്ടൺ അമർത്തി പൊളിച്ചോളെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വല്ല ഫോട്ടോകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. നമ്മൾ ഫസ്റ്റ് ട്രാവൽ വ്ലോഗ് ആയതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളും കുറേ തിരുത്തലുകളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെന്തായാലും എന്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും. എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണ് വേറെന്ത് പറയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പുതിയ തിരുത്തലുകൾ വേണ്ടതെന്നും അതേപോലെ അവർക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എല്ലാം നമ്മൾ ട്രാവൽ ചെയ്ത കുറെ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ബോയ് വരുന്നുണ്ടല്ലോ, ഒന്ന് കൊടുത്താലോ? നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ വഴി നേരെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ, അതായത് വെറുതെ യൂബറിനോ അല്ലെങ്കിൽ ഇതിന് 600-700 രൂപ നിങ്ങൾക്ക് എടുത്ത് വെറുതെ പൈസ കളയണ്ട. ഇവിടെ ഹെബ്ബാൾ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ 25-30 രൂപ കൊടുത്ത് നമുക്ക് സൂപ്പറായിട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ പോയി കയറി ഇറങ്ങാം. അപ്പോൾ വെറുതെ പൈസ കളയണ്ട, എല്ലാവരും പോയി കയറി. നല്ല ബസ്സാണ്, പക്ഷെ നല്ല പൈസ കൊടുക്കാൻ വേണ്ട. പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഫ്ലൈ ഓവർ വഴി പോകുന്ന ബസ്സാണ്. എല്ലാവരും കയറി സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ബൈ ബൈ.